എൻ ഡി എക്കാളും. നേരത്തെ എൻ ഡി എ ആയിരുന്നു മുന്നിൽ, ഇപ്പോൾ പിന്നിലായിട്ടുണ്ടല്ലോ അല്ലെ? മാത്രമല്ല 35 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ വലിയ പാർട്ടിയായി ഇന്ത്യ സഖ്യത്തിൽ SP വരികയാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസ്, DMK ഇവരൊക്കെ പ്രധാന കക്ഷികളായി വരുമ്പോൾ NDAയിൽ രണ്ടാമത്തെ പ്രധാന പാർട്ടിയായിട്ട് JDU വരുന്നു, TDP വരുന്നു. രണ്ടുപേർക്കും 15 സീറ്റുകൾ വീതം. അങ്ങനെ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതെ വരുന്ന ഈ സാഹചര്യത്തിൽ TDPയും JDUവും ഇവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഇവർ ഏത് പക്ഷത്തേക്ക് വേണമെങ്കിലും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പാർട്ടികളാണ്. ഇപ്പോൾ NDAയിലാണ് എങ്കിൽ പോലും ഇല്ലേ രഞ്ജിത്ത്? UPയിലും മഹാരാഷ്ട്രയിലും വലിയ തിരിച്ചടിയാണ് NDA സഖ്യത്തിൽ നേരിടുന്നത്. UPയിലും മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശിൽ 43 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നിലുള്ളത്. BJP കേവലം 36 സ്ഥലങ്ങളിൽ മാത്രമാണ്. കർണാടകയിൽ 16 സീറ്റുകളിൽ BJP മുന്നിലുള്ളപ്പോൾ കോൺഗ്രസ് 10 ഇടത്ത് മുന്നേറുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണ് വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയ മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടം കൈവരുന്നത്. മധ്യപ്രദേശ് മാത്രമാണ് ഇപ്പോൾ BJPക്ക് ആശ്വസിക്കാനായി തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് പിന്നെയും കുറഞ്ഞിരിക്കുന്നു. 6618 അവസാനത്തേക്ക് വരുമ്പോൾ വീണ്ടും അവിടെയും ടൈറ്റ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം. എപ്പോഴും അങ്ങനെയാണ്. രാജീവ് ചന്ദ്രശേഖർ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഈ സമയത്ത് മുന്നോട്ട് പോകണം, എന്നാലേ അവസാന സമയത്ത് ആ ഒരു തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും ചെറിയ ലീഡാണ്, ടൈറ്റ് ഫൈറ്റ് ആണ് തിരുവനന്തപുരത്ത്. അവസാന റൗണ്ട് വരെ ഇതുണ്ടാവും. 6618 ഏറ്റവും ഒടുവിൽ അതാണ്. UDFന് എറണാകുളത്തെ ലീഡ് 1 ലക്ഷം ആക്കിയിരിക്കുകയാണ്. ഹൈബിയുടെ ലീഡ് 1 ലക്ഷം കഴിഞ്ഞു. എറണാകുളത്ത് ഹൈബിയുടെ ലീഡ് 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. മണ്ഡലത്തിലാണ് ഫലം മാറി മറിയുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശാണ് ഏറ്റവും ഒടുവിൽ 1600 വോട്ടുകൾക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓരോ നിമിഷവും ക്രമാനുഗതമായി കാര്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചിത്രം മൊത്തം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആറ്റിങ്ങലാണ് ഇനി LDFുമായി ബന്ധപ്പെട്ട UDFുമായി ബന്ധപ്പെട്ട LDF 2ാം സീറ്റ് ആറ്റിങ്ങലായിരിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നില മാറി വരുന്നുണ്ട്. ഇപ്പോൾ 6000ലേക്ക് 6500ലേക്ക്. വടകരയിൽ 35,000 കടന്നു. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 35,000 കടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വടകരയിൽ 35,000 കടന്നു ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം. അവിടെ ഷാഫി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഷാഫി വടകരയിൽ വിജയം ഉറപ്പിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന വടകരയിലാണ് സൈത്ത് ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ ബൈ ഇലക്ഷൻ ഉറപ്പാണ്. രാഹുൽ ഗാന്ധി വയനാടിന്റെ ജനപ്രതിയാവുമോ അതല്ല അദ്ദേഹം റായ്ബറേലിയിൽ തുടരുമെന്ന ചോദ്യമുണ്ട്. ഇതിനകം തന്നെ ചില ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തകൾ പുറത്തുവിട്ടു തുറന്നു. വയനാട് സീറ്റ് രാഹുൽ ഒഴിയും, പകരം അദ്ദേഹത്തിന്റെ സഹോദരി വയനാട് സീറ്റ് ഏറ്റെടുക്കും എന്ന തരത്തിലുള്ള ചില ചർച്ചകൾക്ക് പോലും തുടക്കമിട്ട് കഴിഞ്ഞു. അങ്ങനെ സൂചനകൾക്കനുസരിച്ച് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും ആലോചനകളും നടക്കുന്നു എന്നൊരു ഘട്ടം കൂടിയുണ്ട്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം, അമേഠി അടക്കം കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു സാഹചര്യം. പ്രിയങ്ക, വയനാട്ടിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ ശരിക്കും? അത്തരം സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. വടക്കേണ്ടിയിൽ രാഹുൽ നയിക്കും, സഹോദരി തെക്കേണ്ടി നയിക്കും. ആ തരത്തിലുള്ള ചില മുദ്രാവാക്യങ്ങളും ആലോചനകളും കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നു എന്നതാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. വടകരയിലെ ലീഡ് നിലയിൽ വീണ്ടും മാറ്റമുണ്ടാകുന്നു. 27,937 വോട്ടിന്റെ ലീഡിലേക്ക് ഷാഫി മാറുന്നു എന്നതാണ് ചിത്രം. 28,000 കടക്കുന്നു വടകരയിൽ ഷാഫി. വീണ്ടും മാറ്റങ്ങളിൽ ചിത്രം മാറുന്നു. 126 വോട്ടിന്റെ ലീഡ് വിജോയ്ക്ക്. വീണ്ടും ചിത്രം മാറുന്നു ആറ്റിങ്ങലിൽ. ആറ്റിങ്ങൽ അങ്ങേറ്റം നിർണായകമാവുന്നു. ഇടതുപക്ഷത്തിന് ഈ ലോക്സഭയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങൾ, ഒന്നാലത്തൂർ, മറ്റൊന്നത് ആറ്റിങ്ങലാണ്. പക്ഷേ ആറ്റിങ്ങൽ പിടികൊടുക്കുന്നില്ല, പിടിതരുന്നില്ല. ആറ്റിങ്ങൽ മാറി കളിക്കുന്നു. 126 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. ഇനി എണ്ണാനിരിക്കുന്ന ഇടങ്ങളിൽ ആർക്കൊപ്പം എങ്ങനെയാണ് സാഹചര്യം എന്നത് നിർണായകമാണ്. ആറ്റിങ്ങലാണ് നിർണായകം. ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് ഫലം LDFന് നിർണായകമായി മാറുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു 10 സെക്കൻഡ് ഇടവേള.
വിജയിയിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികൾക്ക്, മറ്റ് ടെലിവിഷൻ ചാനലുകൾക്ക് എത്തിപ്പെടുകയുമാണ് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കുന്നു, മറ്റ് ടെലിവിഷൻ ചാനലുകളുടേതുപോലെയുള്ള ഒരു തരത്തിലുമുള്ള അഭ്യൂഹ കണക്കുകൾ അല്ല, മറിച്ച് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കാണ് നമ്മൾ. തെരഞ്ഞെടുപ്പ് ചിത്രം, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് വീണ്ടും ഉയരുന്നു. 6618 വോട്ടായി രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് മാറുന്നു എന്നതാണ് ചിത്രം. തിരുവനന്തപുരവും നിർണായകമാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ 1307 ബൂത്തുകളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. നിലവിൽ 500-ലധികം ബൂത്തുകളിൽ മാത്രമാണ് കൗണ്ടിംഗ് പൂർത്തിയായത്. അങ്ങനെയെങ്കിൽ 50% കൗണ്ടിംഗ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും നിർണായകമാണ്. സസ്പെൻസ് ഉണ്ട്. പിടി തരുന്നില്ല തിരുവനന്തപുരം. നമുക്ക് കാത്തിരിക്കേണ്ടി വരും. തിരുവനന്തപുരം, തൊട്ടടുത്ത ആറ്റിങ്ങലും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരവും ആറ്റിങ്ങലുമാണ് നിർണായകം. ആറ്റിങ്ങലിന്റെ ഫല സൂചനകൾ വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ തൽക്കാലം LDF-ന് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് വിജയ സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അത് ആലത്തൂരാണ്. ആറ്റിങ്ങൽ കൂടി ലഭിച്ചാൽ BJP-ക്കൊപ്പം 2-2 എന്ന നിലയിലെങ്കിലും LDF-ന് എത്താം എന്നാണ് ഇപ്പോഴത്തെ ഫലസൂചന നൽകുന്നത്. ആറ്റിങ്ങൽ സാധ്യതയുമുണ്ട്. ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ആറ്റിങ്ങൽ എന്നുകൂടി ചേർത്ത്. കാസർഗോഡ് 10441 വോട്ടാണ് രാജ്മോഹനും ഉണ്ണിത്താന്റെ ലീഡ്. ഞാൻ കരുതുന്നു അത് സുരക്ഷിതമല്ല. കാരണം ആ മണ്ഡലത്തിന്റെ സാഹചര്യം അതാണ്. കേരളത്തിൽ മറ്റിടങ്ങളിൽ നടക്കുന്ന UDF തരംഗത്തിന് സമാനമായൊരു നീക്കം കാസർഗോഡ് ഉണ്ടാവുന്നില്ല. ലീഡ് നില 15441 മാത്രം. മാറാം മറിയാം. അതെ, അതാണ് സാഹചര്യം. ഏതായാലും സംസ്ഥാനത്തെ UDF ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ കനത്ത ലീഡാണ് UDF സ്ഥാനാർത്ഥികൾ നേടിയിട്ടുള്ളത്. ഹൈബി ഈഡനും രാഹുൽ ഗാന്ധിയും 1 ലക്ഷത്തിന് മുകളിൽ വോട്ടെണ്ണത്തിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞു, ലീഡ് നിലയിലേക്ക് പോയി കഴിഞ്ഞു എന്നതിനോട് ചേർത്ത് വായിക്കണം. അത്തരത്തിൽ നിർണായകമായ ലീഡ് ഈ കക്ഷികൾ കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന സാഹചര്യമുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ 40,000-ഉം 50,000-ഉം കടന്ന സ്ഥാനാർത്ഥികൾ കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ UDF തരംഗം സംസ്ഥാനത്ത് ആഞ്ഞുവീശുന്നു. അപ്പോഴും BJP തൃശ്ശൂരിലൂടെ താമര വിരിയിക്കാൻ നേട്ടമുണ്ടാക്കുന്നത് കൂടി ചേർത്ത് വായിക്കണം. തൃശ്ശൂരിൽ ആദ്യമായി BJP സീറ്റ് നേടുകയാണ്. കേരളത്തിൽ BJP-ക്ക് ലോക്സഭയിൽ ആദ്യ സീറ്റ് സുരേഷ് ഗോപിയോട് ലഭിക്കുകയാണ്. 45,000 ഭൂരിപക്ഷം ഇതിനകം തന്നെ ലീഡ് നില കടന്നു കഴിഞ്ഞു സുരേഷ് ഗോപി എന്നുള്ളത് BJP-ക്ക് ആശ്വാസകരമാകുന്നു. അങ്ങനെ കേരളവും BJP-യുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി 2019 CPM ഇടതുപക്ഷം വലിയ തിരിച്ചടി നേരിട്ടതാണ്. ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിയതാണ്. പക്ഷേ ഇത്തവണത്തെ ചിത്രത്തിൽ മാറ്റമുണ്ടാവുന്നുണ്ട്. കാരണം CPM ഇടതുപക്ഷം ഒരു സീറ്റിലേക്കും BJP 2 സീറ്റും സംസ്ഥാനത്ത് നിന്നും നേടിയാൽ സാഹചര്യം വ്യത്യസ്തമാണ്. CPM മേഖലകളിലേക്ക്, ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് BJP-യുടെ കടന്നുകയറ്റമായി അത് മാറും. ആ തരത്തിൽ ചർച്ചകൾ നടക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമായിരിക്കില്ല 2024 പൂർത്തിയാകുമ്പോൾ ഉണ്ടാവുക. സുരേഷ് ഗോപിയുടെ ലീഡ് നില വീണ്ടും ഉയരുന്നു. 43,016 വോട്ടുകളായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് നില ഉയർത്തുന്നു എന്നതാണ് ചിത്രം. 45,000 വോട്ടുകൾ സുരേഷ് ഗോപിക്ക് എറണാകുളത്ത് ഹൈബി വിജയം ഉറപ്പിക്കുന്നു. UDF വിജയത്തിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. ഹൈബി എറണാകുളത്ത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹൈബിയുടെ ജയം എറണാകുളത്ത് നിന്ന്. മഹാരാഷ്ട്രയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ BJP സഖ്യം ദേശീയ തലത്തിൽ പുറകോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മധ്യപ്രദേശിലാണ് BJP